ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ വത്സലസുതനായ ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ സിസ്റ്റർ ബീന ഫബിയാൻ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ. ഞാനൊരു മിഷണറിയായി ആഫ്രിക്കയിൽ തൻസാനിയ എന്ന കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴവിടുന്ന് കെനിയയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് മാർച്ച് 19 2025 ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത് എനിക്കൊട്ടും നടക്കാൻ വയ്യാതെയാണ്. കാലിൻ്റെ മുട്ടിന് നീരും കാല് മൊത്തം നീരുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ അവിടെ വെച്ച് സിസ്റ്റേഴ്സ് എന്നെ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു ചിലപ്പോൾ തന്നെ അനുവദിക്കില്ല, മുകളിലേക്ക് കയറണമെന്ന്. എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ മുകളിലൊന്ന് കയറ്റി ഉടമ്പടി എടുപ്പിക്കാമോ? ഞാൻ മുകളിൽ കയറി ചെന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ അപേക്ഷ, അമ്മ ഈശോയുടെ തിരുമനസ് നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ, അതായിരുന്നു വെച്ചത്. പിന്നെ ഞാൻ പറയും, അമ്മ എനിക്ക് ഈശോയുടെ കാല് പുറത്തൊരു കാല് വേണം, എനിക്ക് ഇനിയും ഒത്തിരി മിഷണറിയായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചെറിയ ചെറിയ നിയോഗങ്ങൾ, എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഉടമ്പടി വെച്ചിരുന്നത്. ഇവിടുന്ന് പോയി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരുവിധം നടക്കാം. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നടക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് വേണ്ടി അമ്മ ഒത്തിരി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വീണ്ടും ഞാൻ അവിടെ ചെന്നത് ജൂണിലാണ്. ജൂണിൽ ചെന്ന് കഴിഞ്ഞൊരു സെപ്റ്റംബർ ആയപ്പോൾ എൻ്റെ ഇടത് കൈക്ക് ഇവിടെ മൊത്തം നീര് വന്നു. അതുപോലെ ഇവിടെ ഒരു ചെറിയ മുഴയും എന്ന് പറഞ്ഞു. ഞാനോർത്തു ഇതെന്താ ഇനിയും എനിക്കൊരു പരീക്ഷണമാണോ? ഏതായാലും ഞാൻ ഉടമ്പടിയിലാണെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മദർ ജനറൽ അവിടെ വിസിറ്റിന് വന്നിരുന്നു. മദർ പറഞ്ഞു അവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. പിന്നെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് CT സ്കാൻ എടുത്തപ്പോൾ അവർക്കൊരു ചെറിയ ഡൗട്ട്, ഈ ഇടത്തുവശത്ത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം പോലെ. അവർ ആ റിപ്പോർട്ട് കാണിച്ചപ്പോഴും മദർ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോര്. എനിക്കൊരു മിഷണറിയായിട്ട് ജീവിക്കണം. പക്ഷെ തിരിച്ചു പോരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചില്ല, ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എന്നോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, തനിക്കിനി റിട്ടേൺ ടിക്കറ്റ് എടുക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് എങ്ങനെ റിപ്പോർട്ട് തിരിച്ചു വരാൻ പറ്റും? ഞാനിവിടെ വരുന്ന വഴി മദറുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മദറിനോട് ഞാൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞു, മദർ ഞാനിപ്പോൾ ജനറേറ്റോട്ട് വരുന്നില്ല, നേരെ കൃപാസനത്തിലോട്ടാണ് പോകുന്നത്. മദർ പറഞ്ഞു അത് വേണ്ട, താൻ വീട്ടിൽ ഒന്ന് കാപ്പി കുടിച്ച് ഫ്രഷായിട്ട് കൃപാസനത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിനെതിരൊന്നും പറഞ്ഞില്ല. നേരെ മഠത്തിലേക്ക് പോയി ആലപ്പുഴ ജനറേറ്ററിലോട്ട് പോയി. അവിടെ ചെന്ന് ഫ്രഷായപ്പോഴും അത് തന്നെ ചോദിച്ചു, താൻ കൃപാസനത്തിൽ പോകുന്നില്ലടോ എന്ന്. ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. 29 സെപ്റ്റംബർ 2025 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്, അമ്മേ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം മതി. പിന്നെ എനിക്ക് സൂചി പോലും പേടിയാണമേ, എൻ്റെ ശരീരം വെട്ടിമുറിക്കാൻ അമ്മ അനുവദിക്കുമോ? ഇതായിരുന്നു ഞാൻ വെച്ച പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ. പിന്നെ എൻ്റെ സഹോദരിമാരുടെ മക്കൾക്ക് നേഴ്സിംഗ് പഠിച്ചിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ജോലിയിലൊക്കെ ചില കാര്യങ്ങൾ വന്നു, അതൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മദർ എന്നോട് പറഞ്ഞു, താൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ലേക്ക് ഷോറിലേക്ക് എന്നെ അയച്ചു. ലേക്ക് ഷോറിൽ ചെന്ന് എൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു. തൻസാനിയയിലെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട്, ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ മെമ്മോഗ്രാഫി ഇട്ടു. പിന്നെ മറ്റുള്ള എല്ലാ ടെസ്റ്റും നടത്തി. അവർ പറഞ്ഞ സിസ്റ്ററിന് ഒരു അസുഖവുമില്ല. ആരാ പറഞ്ഞ സിസ്റ്ററിന് അസുഖമുണ്ടെന്ന്? ഞാനങ്ങനെ അത് കേട്ടു. അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്, അവർക്ക് ചെറുതായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. എവിടെ ചെന്നിട്ടും ഒരു പ്രശ്നവുമില്ല, സിസ്റ്ററിന് സുഖമായിട്ട് ഇനി തിരിച്ചു പോകാം, ഒരു കുഴപ്പവുമില്ല, സിസ്റ്ററിന് ഒരു അസുഖവുമില്ല എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അവർക്ക് ഡൗട്ട്, ഇങ്ങനെ ഒരു ചെറിയ ഇത് വന്നതുകൊണ്ട് ഇനി വല്ല ചെസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? അവരെന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു.
അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നേ? സിസ്റ്ററിന് ഒരു അസുഖവും ഇല്ലല്ലോ, സിസ്റ്റർ പൊയ്ക്കൊള്ളു. അങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്കൊത്തിരി സന്തോഷമായത് കേട്ടപ്പോഴും. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. എനിക്കറിയാം എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, എൻ്റെ അമ്മേൻ്റെ കൂടെയുള്ളപ്പോൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഉടമ്പടിയിലൂടെ ഞാൻ ഈശോയിലോട്ടാണ് കൂടുതൽ അടുക്കുന്നത്. എനിക്കറിയാം ഒത്തിരിയേറെ യുവാക്കൾ, പള്ളിയിലൊന്നും പോകാത്തവർ ഇപ്പോഴൊത്തിരിയേറെ പള്ളിയിൽ പോകുന്നവരാണ്. കുർബാനയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് അവരെ അടുപ്പിക്കുകയാണ്. മദ്യപാനം ചെയ്യരുതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞാലും കേൾക്കാത്തവർ ഉടമ്പടി എടുക്കുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അവർ ഈശോയിലോട്ട് അടുക്കുകയാണ്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഈശോയിലേക്ക് അടുക്കുകയാണ്. മാതാവ് ഒരു വഴി മാത്രമാണ്. ഈശോയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഉടമ്പടിക്കുള്ളതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശോയിലേക്ക് കൊണ്ടുവരിക, ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇതിനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഒരിക്കലൊരു ആഫ്രിക്കയിൽ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോഴവിടെ ഒരു വീടില്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുറ്റം തൂക്കുന്നു. ഞാൻ ചോദിച്ച്, സഹോദരൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അയാൾ കാണിച്ചു, ഇതാണ് വീട്. കണ്ടാൽ നമുക്ക് സഹിക്കില്ല. 2-3 കമ്പുകൾ നിരത്തി വെച്ച് അതിലാണ് ആ അപ്പനും മകനും കിടക്കുന്നത്. വാതിലൊന്നുമില്ല, വെറുതെ പുല്ല് കൊണ്ട് കുറച്ച് സ്ഥലം മേഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവിടെ കയറിയപ്പോൾ കരഞ്ഞുപോയി. നമ്മളൊക്കെ എത്രയോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഞാൻ കൂട്ടി വെച്ച അല്പം പൈസ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പണിക്കാരെ വിളിച്ചിട്ട് അവിടെ എൻ്റെ ഫൗണ്ടേഷൻ കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ച ശേഷം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 2-3 പേര് ഇങ്ങോട്ട് തന്നെ വന്ന് പറയുകയാണ്, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ എത്രയാണ് വേണ്ടത് സിസ്റ്ററിന് വേണ്ടത്. അവർ എന്നെ സഹായിച്ചു. ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വീട് പണിയാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ ആഫ്രിക്കയിലെ വിദ്യാഭ്യാസം ഒട്ടും തന്നെയില്ല. നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് 1075 കിലോമീറ്റർ ദൂരത്തിലും ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്തിലും ഉള്ള ഒരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സാധനത്തിനും നമ്മൾ ടൗണിൽ പോകണം. രാവിലെ 6 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചെത്തുക. അത്രയും ദൂരം. അവിടെയൊക്കെ വിദ്യാഭ്യാസം വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ തെണ്ടി നടക്കുന്നത് കാണാം. ഞാൻ അവരുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ടി ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കും. കാരണം എന്നും നമുക്ക് സഹായിക്കാനാവില്ല. അപ്പോൾ ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ സഹായിപ്പിക്കും. അങ്ങനെ ഇപ്പം ഞാൻ ജൂണിൽ പോയതിന് ശേഷം ഒരു 10 കുട്ടികളെ കൊണ്ടുവന്നു. ഏകദേശം 100 കുട്ടികൾ കൂടുതൽ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അവിടെ ചോറൊന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറ് കഴിക്കാനുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് സ്കൂളിൽ 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ പോയി കഴിഞ്ഞ് 2-3 പ്രാവശ്യം അവർക്ക് ചോറ് കൊടുത്തു, ഇറച്ചിക്കറി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുപോലെ ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഗ്രൂപ്പ് അവരെ വിളിച്ചിട്ട് അവർക്കും ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇതെല്ലാം മറ്റുള്ളവരുടെ സഹായത്താലാണ്. ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷേ എനിക്ക് അമ്മ ഈശോ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 16:12 ഉടമ്പടി പ്രകാരം ഓരോ വിശ്വാസിയും പുതിയ കാലത്തിൻ്റെ വാഗ്ദാന പേടകമാവുമ്പോൾ അവനെതിരെ കാറ്റടിച്ചാലും മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടായാലും തിരുവചനം അനുസരിച്ച് ഓരോ വിശ്വാസിയും അമ്മയെപ്പോലെ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ സിസ്റ്റർ ബീന ഫാബിയൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സാക്ഷ്യം കേട്ടത്. മിഷണറിയായി താൻസാനിയയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം ഒരു മിഷണറിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. മിഷണറിയായിട്ട് പല സ്ഥലങ്ങളിലും പല രീതികളിലുള്ള ആൾക്കാർ അവരുടെ ഇടയിലുള്ള ജീവിതം ഒരു മിഷണറിയുടെ ഒരു വലിയൊരു അനുഗ്രഹമാണ് മിഷണറി ജീവിതം. നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും മിഷണറി ജീവിതത്തെപ്പറ്റി. സിസ്റ്ററിന് ലഭിച്ചൊരു വലിയ അനുഗ്രഹമാണ് ഈ മിഷണറി ജീവിതം. അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചെറിയ വേദനയിൽ പോലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സിസ്റ്റർ അനുഭവിക്കാൻ സാധിച്ചു. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും സിസ്റ്ററിന് അതിനുള്ള ആ ശക്തി പരിശുദ്ധ മാതാവ് നൽകി. ഉടമ്പടി എടുത്തു, തിരിച്ചുപോയി. പിന്നെ എന്ന് പറഞ്ഞപ്പോഴും സിസ്റ്റർ അത് സ്വീകരിക്കാനുള്ള ശക്തി നൽകി. സിസ്റ്റർ ഇവിടെ തിരിച്ചു വന്നു, പ്രാർത്ഥിച്ചു, മാതാവിനെ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ
ദേവകുമാരനോട് പ്രാർത്ഥിച്ചിട്ട് സിസ്റ്ററിൻ്റെ ആ രോഗം സൗഖ്യമാക്കി. ഇന്ന് സിസ്റ്റർ നമ്മുടെ ഒപ്പം സന്തോഷത്തോടെ കഴിയുന്നു. സിസ്റ്ററിൻ്റെ കൂടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കും ജീവിക്കാം. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ശക്തി നിറയുമെന്ന് നമ്മുടെ മുൻപിൽ ഈ സിസ്റ്റർ സാക്ഷ്യം പറയുമ്പോൾ നമുക്കത് ബോധ്യമാവുന്നതാണ്. കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സിസ്റ്ററിനും സിസ്റ്റർ ബീനയോടും സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷനോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരുകരങ്ങളും അടിച്ച് നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.